ആലത്തൂർ ഉപജില്ലാ വ്യവസായ ഓഫീസർ, വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഉള്ള ഓഫീസാണ്. ക്യാമ്പ് എന്ന് പറഞ്ഞ പദ്ധതിയിലാണ് ഇത് ചെയ്യണത്. MSME ക്ലിനിക് എന്നാണ് ഇതിൻ്റെ പേരായി. സൂക്ഷ്മ ചെറുകിട സംരംഭകരുടെ ക്ഷമത വർദ്ധിപ്പിക്കുക. അത് പല രീതിയിലുള്ള ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും ബ്രാൻഡിങ്, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി, കുറേ മേഖലകളിൽ നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഒരു ദിവസം തന്നെ 4 ശാഖയിലുള്ള ഇപ്പോൾ FSSAIയുടെ ട്രെയിനിങ്, അതേപോലെ തന്നെ വേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഫയർ ആൻഡ് സേഫ്റ്റി, KCB. അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ അത് കുറച്ചെങ്കിലും ഒരു പൂർണ്ണതയിലെത്തിക്കുക എന്നുള്ളതുകൊണ്ട് ഒരൊറ്റ ടോപ്പിക്കാണ് നമ്മളെടുത്തത്. നമ്മൾ അങ്ങനെ ഒരു ബോൾഡായ ഡിസിഷൻ എടുത്ത് ഒരു ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ഡിസിഷൻ കറക്റ്റാണെന്ന് തോന്നി. എന്താ വെച്ചപ്പോൾ ഏതാണ്ട് 6 മണി, എനിക്ക് 5:45 ആവണം. ഇപ്പോഴും ഒരു 10-21 പേര് ഹാർഡ് ആൻഡ് ഫാസ്റ്റ്, 20 പേരാണ് മിനിമം വേണ്ടത് ഈ ക്ലാസ്സിന്. 21 പേര് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ വളരെ അത് രജിത് സാറിനെയും കൂടി ഒരു മികവാണ് അതിൽ നമ്മളിവിടെ കണ്ട്. ഞങ്ങൾക്കും കൂടി ഇരുന്ന് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാനും ആലത്തൂർ വ്യവസായ ഓഫീസർ രാഹുലും കൂടി പറയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് ഇടയ്ക്ക് ഓടുന്നുണ്ട്. ഇപ്പോൾ ട്രഷറി പോയി വന്നതിനിടയ്ക്ക്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് പിന്നെ അത് ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി കൊടുത്തോളം സാറ് രജിത് സാർ എത്ര കണ്ടിന്യൂ ആയിട്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ തന്നെ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് ഈ ക്ലാസ്സിൻ്റെ എത്രമാത്രം നിങ്ങൾക്ക് ഉപകരിച്ചെന്നുള്ളത്. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ രജിത് സാറിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.